നമസ്കാരം. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഗതിവിഗതികൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഗൗരവകരമായ പഠനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കർമ്മഫലദാതാവായ ശനി ഭഗവാൻ തന്റെ സഞ്ചാരപഥത്തിൽ വരുത്തുന്ന സുപ്രധാനമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദൃക്പഞ്ചാംഗം അനുസരിച്ച് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ശനിദേവൻ മെയ് 17-ന് രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കും. രേവതി നക്ഷത്രത്തിന്റെ ഭരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ജ്യോതിഷത്തിൽ ബുധനും ശനിയും സൗഹൃദപരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ശനിയുടെ ഈ നക്ഷത്രമാറ്റം പലരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കരിയർ, ബിസിനസ് കാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്. നിലവിൽ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിദേവൻ വരാനിരിക്കുന്ന മെയ് മാസം 17-ാം തീയതി മുതൽ ബുധന്റെ നക്ഷത്രമായ രേവതിയിലേക്ക് തന്റെ പ്രവേശം നടത്തുകയാണ്. ഒക്ടോബർ 9 വരെയുള്ള ഏകദേശം 6 മാസക്കാലം ശനി ഭഗവാൻ ഈ നക്ഷത്രത്തിലാണ് നിലകൊള്ളുന്നത്. ബുദ്ധിശക്തിയെയും ആശയവിനിമയത്തെയും സ്വാധീനിക്കുന്ന ബുധന്റെ നക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ചിന്താപരമായ വ്യക്തതയ്ക്കും കർമ്മരംഗത്തെ പ്രായോഗികമായ മാറ്റങ്ങൾക്കും ഇത് വഴിതെളിക്കും. ജ്യോതിഷത്തിൽ ശനിയെ പ്രവൃത്തി, അച്ചടക്കം, നീതി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുന്നു. അതേസമയം ബുധൻ ബുദ്ധി, ആശയവിനിമയം, ബിസിനസ്, യുക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ബുധന്റെ നക്ഷത്രത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ഉറപ്പാണ്. അവർക്ക് വിജയം നേടാനും കഴിയും. ഈ ഒരു നക്ഷത്രമാറ്റം നിങ്ങളുടെ രാശികളെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. കർക്കിടകം രാശി. പുണർദത്തിന്റെ ആദ്യ പാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങുകയും ഭാഗ്യം തെളിയുകയും ചെയ്യുന്ന ഒരു ഗുണകരമായ ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് മാറുന്ന ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വ്യക്തമായി വർദ്ധിക്കുന്നതായി കാണുന്നു. അതിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും കൂടുതൽ ഉറച്ച മനസ്സോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത്. മുൻപ് മുടങ്ങിക്കിടന്ന പണമോ കുടിശ്ശികയോ ഈ സമയത്ത് തിരികെ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായം ലഭിക്കുകയും പിതൃസ്വത്തോ കുടുംബപരമായ മറ്റു സ്വത്തുക്കളോ ലഭിക്കാനുള്ള തടസ്സങ്ങൾ മാറുകയും ചെയ്യുന്ന സാഹചര്യം കാണുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു സ്ഥിരതയും ആശ്വാസവും ലഭിക്കുന്ന ഘട്ടമായിരിക്കും ഇത്. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന ഘട്ടമായിരിക്കും. ഭാഗ്യത്തിന്റെ ശക്തമായ പിന്തുണ നിങ്ങൾക്കുണ്ടാകുന്നതിനാൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഇരട്ടിയോളം ഫലം ലഭിക്കുന്നതായി കാണുന്നു. മേലധികാരികളിൽ നിന്ന് പ്രശംസയും പുതിയ ചുമതലകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും. ഈ കാലയളവിൽ തീർത്ഥയാത്രകളോ ജോലി സംബന്ധമായ ദൂരയാത്രകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവ നിങ്ങൾക്ക് ഗുണകരമായ അനുഭവങ്ങളായി മാറും. ആരോഗ്യപരമായി നോക്കുമ്പോൾ പൊതുവെ നിങ്ങൾക്ക് നല്ല സമയമാണിത്. മനസ്സിന്റെ പിരിമുറുക്കം കുറയുകയും നിങ്ങൾക്ക് ഒരു ശാന്തതയും സമാധാനവും അനുഭവപ്പെടുകയും ചെയ്യും. എങ്കിലും പ്രായമായവർക്ക് കാലുകൾക്കും സന്ധികൾക്കും ചെറിയ വേദനകൾ അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ അതിൽ ശ്രദ്ധ പുലർത്തണം. നിങ്ങൾ വ്യായാമവും ചിട്ടയായ ഭക്ഷണക്രമവും തുടർന്നുകൊണ്ടു പോകുന്നത് ഈ സമയത്ത് വളരെ ഗുണകരമായിരിക്കും. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും നൽകുന്ന ഘട്ടമായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതായി കാണുന്നു. പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് വലിയ സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ മതപരമായ ചടങ്ങുകളിലും സാമൂഹിക പരിപാടികളിലും കൂടുതൽ സജീവമായി പങ്കെടുക്കുകയും അതിലൂടെ ആത്മസന്തോഷം നേടുകയും ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വ്യക്തമായ പുരോഗതി കാണുന്നതിനാൽ അത് നിങ്ങളെ അഭിമാനത്തോടെ നിറയ്ക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ പുണർദത്തിന്റെ ആദ്യ പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാനും സാധ്യതയുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തിക ഭദ്രത കൈവരികയും പുതിയ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് തർക്കങ്ങളിൽ വിജയം നേടാനും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും അതുവഴി ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.
ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ നിലനിർത്തുന്നതിനായി നിങ്ങൾ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് എള്ളു പായസം വഴിപാടായി നൽകുന്നതും ദോഷശമനത്തിന് സഹായകരമാകുമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും ഭാഗ്യവും ഒന്നിച്ചനുഭവപ്പെടുന്ന ഒരു നല്ല കാലഘട്ടമായിരിക്കും. നിങ്ങൾ ഈ സമയം ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു അനുഗ്രഹീത ഘട്ടമായി മാറുമെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ പാദങ്ങളിൽ ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം അല്പം ജാഗ്രതയോടെയും കരുതലോടെയും മുന്നോട്ടു പോകേണ്ട ഒരു ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ ഓരോ തീരുമാനവും കൂടുതൽ സൂക്ഷ്മമായി എടുക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇടപെടേണ്ടതാണ്. പ്രതീക്ഷിക്കാത്ത ചില ചെലവുകൾ ഉയർന്നേക്കാം. അതിനാൽ പണം വിനിയോഗിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ നിയന്ത്രണം പുലർത്തണം. ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് വലിയ തുകകൾ കടം കൊടുക്കുന്നതും പുതിയ ചിട്ടികളിലോ ഭാഗ്യ പരീക്ഷണങ്ങളിലോ ഏർപ്പെടുന്നതും ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പഴയ ബാധ്യതകൾ തീർക്കുന്നതിനായി ചിലപ്പോൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരാം. അതിനാൽ നിങ്ങൾ സാമ്പത്തികമായി ഒരു നിയന്ത്രിത സമീപനം സ്വീകരിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ജോലിസ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ വ്യക്തമായ ആശയവിനിമയം നടത്തുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പങ്കാളികളുമായി നടത്തുന്ന ഇടപാടുകളിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കേണ്ടതാണ്. തൊഴിൽ മാറ്റം ആലോചിക്കുന്നവർ ആ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിലവിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നത് നിർബന്ധമാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വയർ സംബന്ധമായ അസ്വസ്ഥതകളോ ഭക്ഷണത്തിലൂടെയുള്ള അലർജികളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. വാഹനം ഉപയോഗിക്കുമ്പോഴും ദൂരയാത്രകൾ ചെയ്യുമ്പോഴും അമിത വേഗത ഒഴിവാക്കി ജാഗ്രത പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ധ്യാനമോ പ്രാർത്ഥനയോ ശീലിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ കാര്യങ്ങളെ ക്ഷമയോടെ സമീപിക്കണം. ജീവിത പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ചെറിയ വാക്കുകൾ പോലും വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. എന്നാൽ ബന്ധുക്കളുമായുള്ള മുൻകാലത്തെ പിണക്കങ്ങൾ തീർക്കുന്നതിനായി ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് കാണുന്നു. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ മകം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. കൂടാതെ പണം കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വസ്തരായവരുടെ സഹായം തേടുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കായി ചില ചെലവുകൾ വന്നേക്കാം. അതിനാൽ ആഡംബരങ്ങൾ കുറയ്ക്കുന്നത് ഉചിതമാണ്. ഉത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഔദ്യോഗിക രംഗത്ത് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവയെ മറികടക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ദോഷകാഠിന്യം കുറയ്ക്കുന്നതിനായി നിങ്ങൾ ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുകയും ആദിത്യ ഹൃദയം ജപിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ശനിയാഴ്ചകളിൽ നീരാജനം കഴിക്കുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും ശനിദോഷ ശമനത്തിന് സഹായകരമാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ മുന്നിൽ വെക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം. എന്നാൽ നിങ്ങൾ ജാഗ്രതയും ക്ഷമയും കൈവിടാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളെ കൂടുതൽ ശക്തനാക്കുകയും ജീവിതത്തിൽ നല്ല ബോധ്യങ്ങൾ നൽകുകയും ചെയ്യും എന്ന് വ്യക്തമായി കാണുന്നു. കന്നിരാശി. ഉത്രത്തിന്റെ 3ഉം 4ഉം പാദങ്ങൾ, അത്തം ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങൾ. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പങ്കാളിത്തങ്ങൾക്കും പുതിയ ഉടമ്പടികൾക്കും വഴിതെളിക്കുന്ന ഒരു സുപ്രധാനമായ ഘട്ടമായിരിക്കും. നിങ്ങളുടെ രാശിയധിപനായ ബുധന്റെ നക്ഷത്രത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ സമ്മിശ്ര സ്വഭാവമുള്ളതായിരിക്കും. ചില മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും ആവശ്യമായി വരും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങളൊരു മിതത്വം പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ
സാമ്പത്തികമായി ഒരു പുരോഗതി അനുഭവപ്പെടും. എന്നാൽ അതിനനുസരിച്ചുള്ള ചെലവുകളും ഒരേ സമയം ഉയരാൻ സാധ്യതയുണ്ട്. പങ്കാളിത്തത്തോടെ നടത്തുന്ന ബിസിനസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം വീണ്ടും പുനർനിക്ഷേപം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധരുടെ ഉപദേശം തേടിയതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാവുക. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ കാലഘട്ടം നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും ചില വെല്ലുവിളികളും ഒരുപോലെ കൊണ്ടുവരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൺസൾട്ടൻസി മേഖലയിലുള്ളവർക്കും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണിത്. സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ചെറിയ ആശയക്കുഴപ്പങ്ങൾ പോലും പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കരാറുകളിൽ ഒപ്പിടുമ്പോൾ അതിലെ നിബന്ധനകൾ കൃത്യമായി വായിച്ചും മനസ്സിലാക്കിയും മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് പ്രത്യേകമായി ഞാൻ പറയുകയാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നടുവേദനയോ സന്ധിവേദനയോ ഉള്ളവർ ഭാരമുയർത്തുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ഭക്ഷണക്രമത്തിൽ പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായകരമായിരിക്കും. കൂടാതെ ശരിയായ വിശ്രമവും സ്ഥിരമായ വ്യായാമവും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒരു ഘട്ടമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും കൂടുതൽ മനസ്സിലാക്കലും സഹകരണവും ആവശ്യമായി വരും. ജീവിത പങ്കാളിയുമായി മുമ്പ് നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി കൂടുതൽ ഐക്യവും അടുപ്പവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വരാനും സാധ്യത കാണുന്നു. സാമൂഹികമായ ചടങ്ങുകളിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും നേടിക്കൊടുക്കും. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ ഉത്രത്തിന്റെ 3-4 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രായോഗികമായ ചിന്തകളും തീരുമാനങ്ങളും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ദൂരയാത്രകൾ ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറുകയും ക്രിയാത്മകമായ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ബുധനാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷശമനത്തിന് സഹായകരമാകുമെന്ന് നിർദ്ദേശിക്കുകയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠനങ്ങളും അനുഭവങ്ങളും ഒരുപോലെ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾ ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്കും സ്ഥിരതയുള്ള മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് വ്യക്തമായി കാണുന്നു.